സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി പരിമിതപ്പെടുത്താൻ KSRTC വിദഗ്ധ സമിതി സർക്കാരിനോട് ശുപാർശ ചെയ്തു. പുതിയ UDF സർക്കാരിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായ ഇന്ദിരാ ഗ്യാരണ്ടി ഈ പദ്ധതി അന്തിമ അംഗീകാരത്തിനായി അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ സമർപ്പിക്കും. ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള ദീർഘദൂര സർവീസുകളിലും റിസർവേഷൻ സൗകര്യമുള്ള ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കുന്നത് കടുത്ത സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്ന് സമിതി ചൂണ്ടിക്കാട്ടുന്നു. റിസർവേഷൻ അടിസ്ഥാനമാക്കി ഓടുന്ന ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചാൽ അത് വലിയ തോതിലുള്ള യാത്രാ നിരക്കിനും സർവീസ് മാനേജ്മെന്റ് തടസ്സങ്ങൾക്കും കാരണമാകും. പദ്ധതി നടപ്പിലാക്കുമ്പോൾ ടിക്കറ്റ് ഇനത്തിലുണ്ടാകുന്ന നഷ്ടം സർക്കാർ KSRTCക്ക് സബ്സിഡിയായി നികത്തി നൽകും. ഇതിനായി പ്രതിമാസം 90 മുതൽ 100 കോടി രൂപ വരെ അധികമായി കണ്ടെത്തേണ്ടി വരുമെന്നാണ് പ്രാഥമിക കണക്കുകൂട്ടൽ. നിലവിൽ ശമ്പള പെൻഷൻ ചിലവുകൾക്കായി നൽകുന്ന 80 കോടി രൂപയ്ക്ക് പുറമെയാണിത്. മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയതനുസരിച്ച് ജൂൺ 15 മുതൽ സംസ്ഥാനത്ത് പദ്ധതി പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത്. പ്ലാനിൽ യാത്ര ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും വരുമാന പരിധിയില്ലാതെ ഈ ആനുകൂല്യം ലഭ്യമാകും. കോവിഡിന് മുൻപ് പ്രതിദിനം 35 ലക്ഷത്തോളം യാത്രക്കാരുണ്ടായിരുന്ന KSRTCയിൽ നിലവിൽ 20-25 ലക്ഷമായി ചുരുങ്ങിയിട്ടുണ്ട്. സൗജന്യ യാത്ര വരുന്നതോടെ യാത്രാ നിരക്കിൽ വലിയ വർധനവ് പ്രതീക്ഷിക്കുന്നു. പദ്ധതിയുടെ കൃത്യമായ സാമ്പത്തിക ബാധ്യതയും സ്ത്രീ യാത്രക്കാരുടെ എണ്ണവും മുൻകൂട്ടി വിലയിരുത്തുന്നതിനായി KSRTC ഇലക്ട്രോണിക് ടിക്കറ്റിംഗ് മെഷീനുകൾ വഴി കഴിഞ്ഞ 2 ആഴ്ചയായി ജെൻഡർ ടിക്കറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഭാവിയിൽ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെയുള്ള മറ്റ് സർവീസുകളിലേക്ക് പദ്ധതി വ്യാപിക്കണമോ എന്ന കാര്യം സർക്കാർ പിന്നീട് തീരുമാനിക്കും. അതേസമയം സ്ത്രീകൾ കൂട്ടത്തോടെ KSRTCയിലേക്ക് മാറുന്നത് തങ്ങളുടെ വരുമാനത്തെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് സ്വകാര്യ ബസ് ഉടമകൾ.